ഹായ് വ്യൂവേഴ്സ്, ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കിടയിൽ ജീവിച്ച് പ്രചോദനമായി മാറിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന പിന്നിലാം എന്ന സെഗ്മെന്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലനിലെ നായികയായിരുന്നു MK കമലം. കോട്ടയം ജില്ലയിലെ കുമരകം മാങ്ങാട്ട് വീട്ടിൽ കൊച്ചപ്പ പണിക്കരുടെയും കാർത്യായനിയുടെയും മകളായി ജനിച്ചു. നാടക നടനും നാടകകൃത്തുമായ അച്ഛന്റെ നാടകത്തിൽ ബാലതാരത്തെ കിട്ടാനില്ലാത്തതിനെ തുടർന്നാണ് കമലം നാടകരംഗത്ത് എത്തിച്ചേരുന്നത്. അല്ലിറാണി എന്ന നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തുടർന്ന് സത്യവാൻ സാവിത്രി, പാരിജാത പുഷ്പാഹരണം, ഗായകൻ തുടങ്ങിയ നാടകങ്ങളിൽ അഭിനയിച്ചു. കോട്ടയത്തെ ആര്യഗാന നടന സഭയുടെ വിചിത്ര വിജയം നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് ബാലനിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത്. ബാലനിൽ 3 ഗാനങ്ങൾ പാടിയതും കമലമായിരുന്നു. തുടർന്ന് ഭൂതരായർ എന്ന ഒരു ചലച്ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും അത് പുറത്തിറങ്ങിയില്ല. പിന്നീട് തന്റെ 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഒരു കാതികയായിട്ടായിരുന്നു കമലം അറിയപ്പെട്ടത്. വയലാറിന്റെ ആയിഷ, വള്ളത്തോളിന്റെ മഗ്ദലന മറിയം, SL പൂരത്തിന്റെ മറക്കാത്ത മനുഷ്യൻ തുടങ്ങിയ രചനകൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. 2000-ൽ MP സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ശയനമാണ് അവസാനം അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രം. 2001-ൽ വിനോദ് കുമാർ സംവിധാനം ചെയ്ത ഒരു ഡയറിക്കുറിപ്പ് എന്ന ഡോക്യുമെന്ററിയിലും 2006-ൽ KG വിജയകുമാർ സംവിധാനം ചെയ്ത മൺസൂൺ എന്ന ചിത്രത്തിലും കമലം അഭിനയിച്ചിട്ടുണ്ട്. നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം കലാകാരികളുണ്ട്. ഇത്തരം കലാകാരികളെ പരിചയപ്പെടുത്തുന്ന പെൺനക്ഷത്രം സെഗ്മെന്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. ഞാൻ കലാമണ്ഡലം ധനുഷ സന്യാൽ. ഞാനൊരു മോഹിനിയാട്ട നർത്തകിയാണ്. എൻ്റെ 3-ാം വയസ്സ് മുതൽ പറവൂർ മേരി ടീച്ചറുടെ അടുത്ത് നിന്ന് ഞാൻ ഭരതനാട്യം അഭ്യസിക്കുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിൽ എത്തിയതിന് ശേഷം കലാമണ്ഡല ലീലാമ്മ ടീച്ചറുടെ മോഹിനിയാട്ട പെർഫോമൻസാണ് എന്നെ മോഹിനിയാട്ടത്തിലേക്ക് ഇത്രത്തോളം അടുപ്പിച്ചത്. കലാമണ്ഡലത്തിലെ 4 വർഷത്തെ നൃത്തപഠനം പൂർത്തിയാക്കിയതിന് ശേഷം പത്മശ്രീ ഭാരതി ശിവജിയുടെ സെൻറ്റർ ഫോർ മോഹിനിയാട്ടത്തിൽ 1 വർഷം മോഹിനിയാട്ടം അഭ്യസിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 2 നൃത്ത ശൈലികളും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു കുറേ കൂടി ജനകീയമാക്കാനും പ്രേക്ഷകരുടെ ആസ്വാദന ലെവൽ കൂട്ടാനും അത് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രോഗ്രാംസിനോടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം അത് തന്നെയായിരിക്കും. ഇപ്പോൾ കലാമണ്ഡലം ശൈലിയിലുള്ള വളരെ പതിഞ്ഞ രീതിയിലുള്ള ലാസ്യ ശൈലിയും ഭാരതി ശിവജിയുടെ ശൈലിയിൽ വരുന്ന പോസ്റ്ററുകളുടെ ഭംഗിയും അഭിനയ ശൈലിയും ഒക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയത് ഒരു പരിധിവരെ എനിക്കത് സ്റ്റേജ് ഷോകളിൽ നന്നായി ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ ഭരതനാട്യമാണ് അഭ്യസിച്ചിരുന്നതെങ്കിലും മോഹിനിയാട്ടത്തെ അടുത്തറിഞ്ഞപ്പോൾ ഭരതനാട്യത്തിനേക്കാൾ ഒട്ടും പുറകിലല്ല മോഹിനിയാട്ടം എന്നെനിക്ക് തോന്നി. ഒരുപാട് സാധ്യതകൾ ഇനിയും മോഹിനിയാട്ടത്തിലുണ്ട്. നമ്മുടെ സംസ്കാരവും നമ്മുടെ ലാളിത്യവും ഇഴുകിച്ചേർന്ന് ഇത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു നൃത്തരൂപം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മോഹിനിയാട്ടത്തെ കൂടുതൽ ജനകീയമാക്കുക എന്നത് തന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് സീനിയേഴ്സ് ടീച്ചേഴ്സിനെ ചെന്ന് കാണാറുണ്ട്. അവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇനി മാറ്റങ്ങളുടെ ആവശ്യം മോഹിനിയാട്ടത്തിലുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെയും കൂടി അഭിപ്രായം, സീനിയർ ടീച്ചേഴ്സിൻ്റെയും കൂടി അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ഇതിനൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം എങ്ങനെ വരുത്താം എന്നൊരു റിസർച്ചിലാണ് ഞാൻ. ഒരു പരിധിവരെ ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മോഹിനിയാട്ട ജീവിതത്തിൽ 2000-ൽ എനിക്ക് വള്ളത്തോൾ സ്കോളർഷിപ്പ്
ലഭിച്ചതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. അതിനുശേഷം മികച്ച മോഹിനിയാട്ട അവതരണത്തിന് യുഗസാംസ്കൃതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2015 ലാസി മോഹിനി അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം എനിക്ക് മനസ്സിന് സന്തോഷം തന്നത് എൻ്റെ ഗുരുക്കന്മാരെന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ്. കലാമണ്ഡലത്തിലെ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ തലേന്ന് ലീലാമ്മ ടീച്ചർ വന്ന് നന്നായി ചെയ്യുന്നുണ്ട്, ഇനിയും ശ്രമിക്കണം, ഇനിയും ശ്രമിച്ചാൽ ഒരുപാട് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എൻ്റെ മറക്കാൻ പറ്റാത്ത അംഗീകാരം. മോഹിനിയാട്ടത്തിന് വേണ്ടി 3 ജില്ലകളിലായി 8 ഇൻസ്റ്റിറ്റ്യൂഷൻ ഗൗരി ദർപ്പണ എന്ന പേരിൽ ഞാൻ നടത്തുന്നുണ്ട്. 300ഓളം കുട്ടികൾ അവിടെ മോഹിനിയാട്ടം അഭ്യസിക്കാൻ വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ സ്കൂൾ യുവജനോത്സവത്തിൽ ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും കിട്ടുന്ന അത്ര പ്രാധാന്യം മോഹിനിയാട്ടത്തിനുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. പല കുട്ടികളും അതിന് കൊടുക്കുന്ന പ്രാധാന്യം ഇതിന് കൊടുക്കുന്നില്ല. ആ ഒരു രീതിക്ക് മാറ്റം വരണം. നമ്മുടെ തനത് കലയായ മോഹിനിയാട്ടത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ അഭ്യസിക്കാനും നന്നായി അത് പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കണം. അതിൻ്റെ ശൈലി വിടാതെ തന്നെ ചെയ്യാനും ശ്രമിക്കണം. മോഹിനിയാട്ടത്തിൻ്റെ 2 ശൈലി പഠിക്കാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. നൃത്ത പരിപാടിയിലും അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മോഹിനിയാട്ടം എന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നറിയാൻ എനിക്ക് ഈ 2 ശൈലിയിലുള്ള നൃത്ത പഠനം എന്നെ സഹായിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടം വേദിയിൽ അവതരിപ്പിക്കുമ്പോഴും ഈ 2 ശൈലിയുടെ ഏകോപനം പ്രേക്ഷകർ ഒരുപാട് ആസ്വദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമകാലീന പ്രസക്തമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അത് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ അവതരിപ്പിച്ചത് മുല്ലപ്പെരിയാറിനെ ആസ്പദമാക്കി നദി എന്ന പേരിലൊരു നൃത്തശില്പമായിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായമാണ് എനിക്ക് ആ നൃത്തരൂപത്തിന് ലഭിച്ചത്. അതിനുശേഷം അമ്മ എന്ന പേരിൽ സമൂഹത്തിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ വ്യഥകൾ, അതിനെക്കുറിച്ച് ഞാനൊരു നൃത്തശില്പം അവതരിപ്പിക്കുകയുണ്ടായി. അതിനും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് കേട്ടത്. ഭാവിയിലും സമകാലീനമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തി അത് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. ICCRൻ്റെ ബാനറിലും അതല്ലാതെയും ഏകദേശം 5ഓളം വിദേശ രാജ്യങ്ങളിൽ ഞാൻ 15ഓളം പ്രോഗ്രാംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം മോഹിനിയാട്ടത്തിന് ഒരുപാട് നല്ല അഭിപ്രായമാണ് കേട്ടത്. അവിടെ വിദേശ മലയാളികളായാലും അവിടെയുള്ള ജനങ്ങളായാലും എല്ലാവർക്കും തന്നെ മോഹിനിയാട്ടത്തിനോടൊരു താല്പര്യം തന്നെയാണ് കണ്ടത്. നമുക്ക് കുറച്ചുകൂടി ശ്രമിക്കുകയാണെങ്കിൽ മോഹിനിയാട്ടത്തെ ഇന്നുള്ളതിനേക്കാൾ ഒരുപാട് മേലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും എല്ലാം അതിനുള്ളൊരു ശ്രമമാണ് ആദ്യം വേണ്ടത്. കാലാനുസൃതമായ മാറ്റങ്ങൾ കലയിലാകാമെന്ന് ഭരതമുനി അനുശാസിച്ചിട്ടുണ്ട്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷകർ പലരും എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, നിങ്ങളുടെ വസ്ത്രധാരണ ഒറ്റ ശൈലിയിൽ കിടക്കുന്നതുകൊണ്ട് അത് വല്ലാതെ ആവർത്തന വിരസത അനുഭവിക്കുന്നു എന്നുള്ളത്. ട്രഡീഷണലായിട്ടുള്ള കോസ്റ്റ്യൂം ഇടുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ അതിലൊരു പുതുമ കൊണ്ടുവരുത്താനും അതിനെങ്ങനെ മാറ്റം വരുത്താമെന്നുള്ളത് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഒത്തിരി വ്യത്യാസത്തിലല്ല, എന്നാലും ചെറിയ കളർ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്. നൃത്തത്തിൽ 4 വിധത്തിലുള്ള അഭിനയങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് മാത്രമാണ് ആഹാര്യം. ആഹാര്യത്തിൽ ട്രഡീഷണലായിട്ടുള്ള കസവിനോട് കൂടി ചെറിയ രീതിയിൽ കളർ കൂടി ചേർത്തിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെയാണ് ഞാൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യിക്കുന്നത്. അതുപോലെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലും ഒരുപാട് വാക്തർക്കങ്ങൾ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നൃത്തത്തിൽ അവരവർക്ക് ചേരുന്ന രീതിയിൽ മുടി കെട്ടുന്നതിൽ യാതൊരു വിരോധവുമില്ല. ചെറിയ മാറ്റങ്ങൾ എന്തായാലും കാലത്തിനനുസരിച്ച് വരിക തന്നെ ചെയ്യും.
മിസ്റ്റർ ധർമ്മപാലൻ എൻജിനീയറാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ നൃത്തത്തിലേക്ക് ചെറുപ്പം മുതലേ തന്നെ വന്നത്. എൻ്റെ അമ്മയാണ് എല്ലായിടത്തും എന്നെ പ്രോഗ്രാംസിനായാലും എല്ലാം കൊണ്ടുപോയിരുന്നത് അമ്മയാണ്. എൻ്റെ ഹസ്ബൻഡും മകനും നല്ല സപ്പോർട്ടാണ്. എല്ലാത്തിനേക്കാൾ ഉപരി എൻ്റെ സഹോദരൻ, അവനാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാം നൽകുന്നത് എൻ്റെ സഹോദരനാണ്. സഹോദരനും ഫാമിലിയും എല്ലാവരും തന്നെ, വീട്ടിലെല്ലാവരും തന്നെ എൻ്റെ ഒരു കലയ്ക്ക് വേണ്ടിയും അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു നൃത്ത ട്രൂപ്പുണ്ട്. ഞാനും എൻ്റെ സ്റ്റുഡൻസും ചേർന്ന ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്. ഞാൻ സോളോ പെർഫോമൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കഥകളി മോഹിനിയാട്ടം ഫ്യൂഷൻ അവതരിപ്പിക്കാറുണ്ട്. മോഹിനിയാട്ടം ഗ്രൂപ്പ് പെർഫോമൻസും ചെയ്യാറുണ്ട്. എല്ലായിടത്തു നിന്നും എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. പ്രോഗ്രാം അവതരിപ്പിച്ച വേദികളിലെല്ലാം തന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ വ്യൂവേഴ്സ് തന്നത്. അതിലെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും എന്നും ഉണ്ടാകണം. നല്ലൊരു കരിയർ തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ചന്ദ്രലേഖയുടെ കരിയർ ഗൈഡൻസ് സെഗ്മെൻ്റാണ് അടുത്തത്. നമസ്കാരം സർ. ഇപ്പോൾ വിദേശത്തെ ഒരു ടീച്ചിങ് ജോബിന് വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവുമല്ലോ, ഏതൊക്കെയാണത്? ഇന്ത്യയിൽ 2 തരത്തിലുള്ള കോഴ്സാണുള്ളത്. നമുക്ക് വിദേശത്തെ ജോലിക്ക് പോകണമെങ്കിൽ ഒന്നാമത് TESOL എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. ഇത് ട്രിനിറ്റി കോളേജ് ലണ്ടൻ നടത്തുന്ന കോഴ്സുണ്ട്. അതുപോലെ തന്നെ സെൽറ്റ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൗൺസിൽ നടത്തുന്ന വേറൊരു കോഴ്സുണ്ട്. ഇങ്ങനെ 2 കോഴ്സാണ് വിദേശത്ത് നമ്മൾ ടീച്ചിങ് ജോബിനാണെങ്കിൽ ചെയ്യേണ്ടത്. ഈ 2 കോഴ്സിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നടത്തുന്ന കോഴ്സ് TESOL എന്ന കോഴ്സാണ്. ഇപ്പോൾ TESOL എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും നമ്മുടെ നാട്ടിലൊന്നും വലിയ അറിവുള്ള കോഴ്സല്ല. എന്താണ് ആ കോഴ്സിൻ്റെ പ്രത്യേകത? TESOL എന്നുള്ളത് ഒരു TEFL കോഴ്സാണ്. ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഇതിൻ്റെ പേര്. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വളരെ നല്ല സാലറിയിൽ ജോലി കിട്ടും. ഇന്ത്യയിൽ TESOL ആദ്യമായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അക്കാഡമിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ഏകദേശം 2 വർഷമായിട്ട് ഞങ്ങളിവിടെ നടത്തുന്നുണ്ട്. ഒരു വർഷം ഒരു 8 കോഴ്സ് നമ്മൾ നടത്തും. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ UK, USA ഇങ്ങനെയുള്ള ഏത് രാജ്യങ്ങളിലും നമുക്ക് ടീച്ചിങ് ജോബ് വേണമെങ്കിൽ ഈ കോഴ്സാണ് ചെയ്യേണ്ടത്. നോർമലായിട്ട് ഇപ്പം ടീച്ചിങ് ജോബിന് പോകുന്നവർ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ BEd ചെയ്യും. അതിൽ നിന്ന് ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ആദ്യമേ നമ്മൾ കാണുക, ഈ കോഴ്സ് 5 ആഴ്ച അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 4 ആഴ്ചയായിട്ടാണ് നമ്മളിവിടെ കോഴ്സ് നടത്തുന്നത്. 1 month മതി. എന്നാൽ BEd ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ 1 വർഷമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 2 വർഷമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ നമ്മളിത് പഠിക്കേണ്ടതുണ്ട്.
അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ഈ കോഴ്സ് ഇപ്പോൾ ഒരു മാസമല്ലേ പഠിക്കും, നമ്മൾ എന്താണ് കാര്യമായിട്ട് പഠിക്കാനുള്ളതെന്ന് നമുക്കൊരു പക്ഷേ തോന്നാം. പക്ഷേ എങ്കിലും ഈ കോഴ്സ് വളരെ ഇൻറ്റൻസീവ് കോഴ്സാണ്. നേറ്റീവ് സ്പീക്കേഴ്സാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ IELTSൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 7 ബാൻഡ് ലെവലുള്ള ഒരു കാൻഡിഡേറ്റിനാണ് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ല നമ്മൾ ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്, ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കാം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒത്തിരിയധികം ടീച്ചിങ് അവേഴ്സ് ഉണ്ട്. 360 ടീച്ചിങ് അവേഴ്സ് ഓരോ കാൻഡിഡേറ്റും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ളൊരു കോഴ്സാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം ഇതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ചാണ്. എക്സ്പെൻസ് ഏകദേശം നമ്മൾ 2 വർഷം ഒരു കാൻഡിഡേറ്റ് ഇവിടെ BEd പഠിക്കുന്ന ഒരു എക്സ്പെൻസും അതല്ലെങ്കിൽ TESOL പഠിക്കുന്ന എക്സ്പെൻസും ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുക. വാലിഡിറ്റി എന്ന് പറയുന്നത് BEdനാണെങ്കിൽ ഒരുപക്ഷെ ആ യൂണിവേഴ്സിറ്റി മാത്രം അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സംസ്ഥാനം മാത്രം, ഇനി അതിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും അത് അംഗീകരിക്കുമായിരിക്കും. പക്ഷേ BEdന് ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ഇല്ല നമുക്കറിയാം. എന്നാൽ TESOLനാണെങ്കിൽ ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ടീച്ചിങ് ജോബ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ സാധിക്കും. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് അവാർഡിംഗ് ബോഡിയായ ട്രിനിറ്റി കോളേജ് ലണ്ടനാണ് ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഇനി ഈ കോഴ്സ് എക്സ്റ്റേണലി അസസ്ഡ് ആണ്. നമുക്ക് പുറത്തു നിന്നുള്ള എക്സാമിനേഴ്സ് വന്നിട്ടാണ് ഈ കോഴ്സിൻ്റെ എക്സാം നടത്തുക, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു TESOL കോഴ്സ് എന്ന് പറയുമ്പം അതിന് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ അതോ PG? നമ്മുടെ ഇവിടെ ചെയ്യുന്ന കൂടുതൽ ആളുകളും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോഴ്സിന് വരിക. കുറേയധികം ആളുകൾ PhDക്ക് ശേഷവും ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യം ഉണ്ടായിരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. മിനിമം ഡിഗ്രി എങ്കിലും ഇല്ലാത്ത ആളുകളെ നമ്മൾ അഡ്മിഷൻ കൊടുക്കാറില്ല. ഇനി നമുക്കറിയാം IELTSൻ്റെ രീതിയിൽ ഒരു 7 ബാൻഡെങ്കിലും മിനിമം ഉള്ളവർക്കാണ് അഡ്മിഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി എങ്കിലും ഇല്ലാത്ത ഒരാളുകൾക്ക് പൊതുവെ ഈ ഒരു ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. തെറ്റില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് എഴുതാനും അതുപോലെ തന്നെ സംസാരിക്കാനുമുള്ള സ്കില്ല് പ്രധാനപ്പെട്ടതാണ് ഈ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പം വിദേശത്ത് ഈ കോഴ്സ് ചെയ്തിട്ട് പോയാലുള്ള സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് കഴിഞ്ഞ ഒരാൾ പോലും ഇതുവരെ ജോലി ഇല്ലാത്തതായിട്ടില്ല. എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുകൾ ഈ കോഴ്സിനെ കുറിച്ച് ഇതുവരെയും അങ്ങനെ കേട്ടിട്ടില്ല, അറിവില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ കോഴ്സ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാര്യം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പുള്ളൊരു കോഴ്സാണിത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകാൻ വേണ്ടി ഒത്തിരിയധികം പണം ഏജൻറ്റിനൊക്കെ കൊടുത്താലാണ് പോകാൻ സാധിക്കും. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞാലുള്ള പ്രത്യേകത അവിടെയുള്ള ആളുകൾ ഈ ക്യാൻഡിഡേറ്റിനെ തേടി വരുന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് അവർ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ സാധിക്കും, നല്ല പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനൊരു അഡ്വാൻറ്റേജ് ഈ കോഴ്സ് ചെയ്താറുണ്ട്. മനോഹരമായ ഒരു വെഡിങ് വീഡിയോ കാണാം അടുത്തതായി ചന്ദ്രലേഖയിലൂടെ. तितली दिल उड़ा 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 है कहीं दूर। बन के तितली दिल उड़ा 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 है कहीं दूर। चल के खुशबू से जुड़ा 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 है कहीं दूर। हाथ से ये
आसमां पे लिख दूं तेरी तारीफों में चश्मे बदू के तितली दिल उड़ा 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 है कहीं दूर चल के खुशबू से जुड़ा 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 है कहीं दूर तेज तीर कितने छोड़े दानी दानी बातें तेरी उड़ते फिरते पंछियों के रुख भी मोड़े अधूरी थी जरा सी मैं पूरी हो रही हूँ तेरी सादगी में होके चूर बन के तितली दिल उड़ा 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 है कहीं खुशबू से जुड़ा 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 है कहीं रातें गिन के नींदे बुन के चीज क्या है खाबदारी हमने जानी तेरे सुर का साज बन के होते क्या है रागदारी हमने जानी जो दिल को भा रही है वो तेरी शायरी है या कोई शायराना है फितूर खुशबू से जुड़ा 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 है कहीं दूर हाथ से ये कैसे अनसुने से जैसे चूमे अंधेरों को कोई नूर बन के तितली दिल उड़ा 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 है कहीं दूर सिर्फ कह आसमां पे लिख दूं तेरी तारीफों में चश्मे बदू ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.